ഹായ് ഫ്രണ്ട്സ്, ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ പാത്ത് IASന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഇതുവരെ പ്രിലിംസിനും മെയിൻസിനും എത്ര മാർക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് UPSC പരീക്ഷയുടെ UPSC കണ്ടക്ട് ചെയ്ത പ്രിലിംസിനും അതേപോലെ തന്നെ മെയിൻസ് എക്സാമിനും എത്ര മാർക്കാണ് കൃത്യമായിട്ട് ഓരോ വർഷങ്ങളിലും ചോദിച്ച് കാണുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിൽ മറ്റ് പല സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഹിസ്റ്ററിയിലേക്ക് മാത്രമാണ്. ഇപ്പോൾ രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഹിസ്റ്ററി. ഇപ്പോൾ നിങ്ങൾ നോക്കുക, 2017 മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 2017 എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഹിസ്റ്ററി? ഇയർ വൈസ് വെയിറ്റേജും മാർക്സ് ആണ്. അപ്പോൾ എത്രയാണ്? 14 മാർക്കിനുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ 2018 നോക്കുമ്പോൾ അത് 22ആയി. പിന്നീട് എന്താണ് 2019 എത്രയായി? വീണ്ടും 17 ആവുന്നു. അല്ലെങ്കിൽ 2020 വീണ്ടും ഒരു 20 മാർക്കായി. അപ്പോൾ അതേപോലെ 2021 ആകുമ്പോഴത്തേക്കും വീണ്ടും 20 മാർക്കായി. ഇപ്പോൾ ലാസ്റ്റ് റീസെൻറ്റ് ഇയേഴ്സ് നമ്മൾ എടുത്ത് നോക്കണം. അപ്പോൾ ഇത് പ്രിലിംസ് പരീക്ഷയിൽ കാണുന്ന ഒരു വെയിറ്റേജിൻ്റെ ഒരു ട്രെൻഡാണ്. അപ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതൊക്കെ മിക്സഡാണ് കേട്ടോ. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ മോഡേൺ ഹിസ്റ്ററിയിൽ നിന്ന് 5 ചോദ്യങ്ങളോളം വന്നിട്ടുണ്ട്. 5 ചോദ്യം എന്ന് പറയുന്നത് ഏകദേശം 10 മാർക്കിനോളമാണ്. 5 ചോദ്യമാണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. 5 ക്വസ്റ്റ്യനോളം വന്നു എന്ന് പറയുമ്പോൾ 5 × 2, ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. അപ്പോൾ എത്രയായി? 10 മാർക്കിന് കൃത്യമായിട്ട് വന്നു കഴിഞ്ഞു. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെയും ഏൻഷ്യൻ്റിൻ്റെയും മിക്സ് കൂടെ ഹിസ്റ്ററിയുടെ വേറെ പാർട്ടുകളിൽ നിന്ന് 7 ചോദ്യം വരുന്നു. അപ്പോൾ ഇൻറ്റു എത്രയായി? 2 വീണ്ടും 14ആയി. ഏകദേശം 24 മാർക്കിന് ടോട്ടൽ ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ മോഡേൺ 10 മാർക്കിനേ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത എക്സാം ആകുമ്പോൾ അതൊരു 20-30 മാർക്കിനാണെങ്കിൽ അതും ആവാം. ഏകദേശം എനിക്ക് തോന്നുന്നു 2018 ആവുമ്പോൾ അത്രത്തോളം ക്വസ്റ്റ്യൻസ് 2018 കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ആ ഏരിയയിൽ നിന്ന് വന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി നോക്കുക. അപ്പോൾ പ്രിലിംസിൽ ഇങ്ങനെയാണ് വെയിറ്റേജ് കാണുന്നത്. വെയിറ്റേജിൻ്റെ അപ്പോൾ കഴിഞ്ഞ 2024 ഒരു ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊളിറ്റിയും എക്കണോമി ഒരുപാട് ചോദിച്ച, അല്ലെങ്കിൽ പൊളിറ്റി എക്കണോമി ജോഗ്രഫി ഒരുപാട് ചോദിച്ച എക്സാമാണ്. അപ്പോൾ അതിന് കുറേ വെയിറ്റേജ് കൂടി. സ്വാഭാവികമായിട്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ചെറിയ രീതിയിലുള്ള ഒരു വെയിറ്റേജ് അവരൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. മേ ബി അത് പാറ്റേൺ ബ്രേക്കിംഗ് ആയിട്ട് പിന്നെ അടുത്ത വർഷങ്ങളിൽ അത് മാറി മറിഞ്ഞും വരാം. അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് നോക്കുന്നത്. വെയിറ്റേജ് ഇതാണ് നമ്മുടെ കഴിഞ്ഞ പ്രിലിംസിൽ 2024 പ്രിലിംസിലെ വെയിറ്റേജ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. ഇനി മോഡേൺ ഇന്ത്യയിലെ വെയിറ്റേജ് ഓഫ് സെക്ഷൻസ് ഇൻ GS1 മോഡേൺ ഇന്ത്യ. മോഡേൺ ഇന്ത്യയിൽ മെയിൻസിന് എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. മോഡേൺ ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മിഡ് 18th സെഞ്ച്വറി, സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ്, പേഴ്സണാലിറ്റീസ്, ഇഷ്യൂസ് ടിൽ ദ പ്രസൻറ്റ് ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ എന്ന എത്ര ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടാണ് മോഡേൺ ഹിസ്റ്ററി വരുന്നത്. അപ്പോൾ ഏകദേശം 2013 തൊട്ടുള്ള മെയിൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനൊരു പാറ്റേൺ നമുക്ക് കാണാനായിട്ടുണ്ട്. പാറ്റേൺ എന്ന് പറയുമ്പോൾ 30 മാർക്കിൻ്റെ ഒരു ആവറേജ് 30 മാർക്കിന് എപ്പോഴും പ്യുവർ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൂടാതെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി 1947 വരെ ഉള്ള ആ ഒരു സോ കോൾഡ് ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം ഇത്രത്തോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആവറേജ് ഇപ്പോൾ 30, ആദ്യം 2013 നോക്കുക 30 മാർക്ക്, നെക്സ്റ്റ് 2014 നോക്കുക വീണ്ടും 30 മാർക്ക്, അല്ലെങ്കിൽ 15 നോക്കുക 30 മാർക്ക്, കൺസിസ്റ്റൻ്റ് ആയിട്ട് 30 മാർക്സ് കഴിഞ്ഞു. പിന്നെ നോക്കുക അടുത്തത് 2016 ആകുമ്പോഴത്തേക്ക് 37.5 ആയി. അടുത്ത 2017 ആകുമ്പോഴത്തേക്ക് 2017 65 മാർക്കിനാണ് മെയിൻസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഏകദേശം GS1 എന്ന് പറയുന്നത് 250 മാർക്കാണ്. 250-ൽ 65 മാർക്കും 2017 വന്നിരിക്കുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റേജുകൾ ചിലപ്പോൾ മാറി മറിഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും മാറി മറിയാം, നമുക്ക് പറയാൻ പറ്റില്ല. നോക്കുക, ഈ 2017 മോഡേൺ 65 മാർക്കിന് ചോദിച്ചതിന് ശേഷം അടുത്തതിൽ പ്യുവർ മോഡേൺ എന്ന് പറയുന്നത് 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ശേഷം വീണ്ടും ആവറേജ് ആക്കി 45 ആക്കി. പിന്നീട് 2020 25 ആക്കുന്നു. വീണ്ടും 2021 40, വീണ്ടും 2022 40 ആണ്. അപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. ബട്ട് ഓൺ ആൻ ആവറേജ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 35 മാർക്കോളം ഏതിൽ വരും? മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ 35 to 40 അറൗണ്ട് ഒരു മാർക്കിന് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ അധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി വയ്ക്കുക. ഇനി അടുത്തത്
ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ട് 2024 ചോദിച്ച മെയിൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇതെന്തിനാണ് നമ്മൾ ഈ ഓറിയന്റേഷൻ സെഷനിൽ മെയിൻസ് ഡിസ്കഷൻ വെക്കുന്നത്? കാരണം എന്താണ്, ഏത് തരം ക്വസ്റ്റ്യൻസ് ആണ് മെയിൻസിന് വരുന്നതെന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ജസ്റ്റ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 2024 മെയിൻസ് ക്വസ്റ്റ്യൻ അല്ല, ഇതിലൊരു ചെറിയ തിരുത്തുണ്ട്. 2023 മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്, ഹെഡിങ് കൊടുത്തപ്പോൾ മാറിപ്പോയതാണ്. സോ 2023 മെയിൻസ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, 2024 അല്ല. സോ അത് ഞാൻ നേരത്തെ പറയട്ടെ. പിന്നീട് എന്താണ് ചോദിച്ച ചോദ്യങ്ങൾ നോക്കുക. ഇപ്പോൾ ഒന്നാമത് ഹിസ്റ്ററിയുടെ തന്നെ ഒരു പാർട്ടിൽ എന്ത് ചെയ്യും ചോദിച്ചിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ടുവേർഡ്സ് ദി ഡെവലപ്മെന്റ് ഓഫ് ആൻഷ്യൻ ഇന്ത്യ. പ്രാചീന ഇന്ത്യയിൽ എന്തെല്ലാം ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് പ്രാഥമികമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ, അതായത് പ്രാചീന ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ഇന്ത്യയുടെ ജോഗ്രഫി എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ഡെവലപ്മെന്റിന് കാരണമായത് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. 150 വാക്കിലാണ് എഴുതാനായിട്ട് പറഞ്ഞേക്കുന്നത്. അതൊരു 10 മാർക്കിന്റെ ചോദ്യമാണ്. അങ്ങനെയാണ് മെയിൻസിന് ചോദ്യമായിട്ട് വരിക. അപ്പൊ ഇത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷനോട് കൂടിയുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ, ഒരു ക്ലിയർ കട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ ഡിമാൻഡ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കുക, അതേപോലെ ഇതേ തന്നെ 2023 തന്നെ ചോദിച്ച അടുത്ത ചോദ്യമാണ്. What was the difference between Mahatma Gandhi and Rabindranath Tagore in their approach towards education and nationalism? ഓക്കെ, സോ ഈ മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന പേഴ്സണാലിറ്റികളെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവരുടെ കാഴ്ചപ്പാട് എന്താണ്, അല്ലെങ്കിൽ അവരുടെ അപ്രോച്ച് എന്താണ്, എന്തിനു നേരെ വിദ്യാഭ്യാസത്തോടും ദേശീയതയോടുമുള്ള രണ്ടുപേരുടെയും അപ്രോച്ചും അതിലെ വ്യത്യാസങ്ങളും എടുത്തെഴുതാനാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് പറയുന്നത്. ഇപ്പൊ ഈ രണ്ട് വ്യക്തികളെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും അവരുടെ ഈ രണ്ട് മേഖല, പ്രത്യേകിച്ച് എഡ്യൂക്കേഷനും പ്രത്യേകിച്ച് നാഷണലിസം ദേശീയതയിലും അവർക്കുണ്ടായിരുന്ന അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അവരുടെ ഐഡിയാസും ക്ലിയർ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതി ആൻസർ ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ക്വസ്റ്റ്യനുകളാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് മെയിൻസിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. അത് 150 വാക്കിന്. ഇത് റീസെന്റ് ആയിട്ട് നടന്ന മെയിൻസിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കുക, ഇനി അടുത്ത് നോക്കുക, ബ്രിങ് ഔട്ട് ദ സോഷ്യോ എക്കണോമിക് ഇഫക്ട്സ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേസ് ഇൻ ഡിഫറെന്റ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. പല രാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് 1853 പൂനെ മുതൽ താനെ വരെയുള്ള റൂട്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ടൊരു റെയിൽവേ എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ലോർഡ് ഡാൽഹൌസി എന്ന് പറഞ്ഞ ഗവർണർ ജനറലിന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് തുടങ്ങുന്നത്. അപ്പൊ അത് ചോദിക്കുന്നത് ആ കാലഘട്ടമല്ല, അതെങ്ങനെയാണ് ലോകമെമ്പാടും ഏത് രാജ്യങ്ങളിലെ, ഇപ്പോൾ പല രാജ്യങ്ങളിൽ എങ്ങനെയാണ് അതിന്റെ സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള എഫക്റ്റുകൾ അതിലെന്താണ് വന്നിരിക്കുന്നത്, റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. ഒരു ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള, ഒരു ജനറൽ പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള, നമ്മളെ കുറച്ച് ചിന്തിപ്പിക്കുന്ന ആൻസറുകളാണ് അവരും പ്രതീക്ഷിക്കുന്നത്. UPSCക്ക് ഒരിക്കലും നമുക്കൊരു മെറ്റീരിയൽ പഠിച്ചുകൊണ്ട് പോയിട്ട് അതേപോലെ എന്ത് ചെയ്യുക കോപ്പി ചെയ്ത് വെക്കാനുള്ള ആൻസറുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യനുകളോ ഒന്നും തന്നെ UPSCക്ക് വരില്ല. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ അത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ സബ്ജക്റ്റിനെ നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിന്റെ ഫൗണ്ടേഷൻ വേണം. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യനുകൾ നോക്കി വെക്കുക. ഇനി അടുത്ത എന്താണ്, വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ്? ഓക്കെ, സോ വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് വേദിക് സൊസൈറ്റി ആൻഡ് റിലീജിയൻ? ഡു യു തിങ്ക് സം ഓഫ് ദി ഫീച്ചേഴ്സ് ആർ സ്റ്റിൽ പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി? നോക്കുക, ഇതൊരു ആൻഷ്യന്റ് ഇന്ത്യ എന്ന് കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യമാണ്. 250 വാക്കുകളാണ് ചോദ്യം ഡിമാൻഡ് ചെയ്യുന്നത് നമ്മുടെ അങ്ങനെയുള്ളൊരു ആൻസർ. സോ എന്താണ് വേദകാലഘട്ടത്തിൽ എന്താണ് വേദിക് സൊസൈറ്റിയുടെ എന്താണ് ഫീച്ചേഴ്സ്? ഓക്കെ, നമുക്കറിയാം, നമുക്ക് 4 വേദങ്ങളുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷം 250ഓളം വർഷം എന്താണ് ചരിത്രം വേക്കൻ്റ് ആണ്. ശേഷം നമ്മൾ പിന്നീട് കാണുന്നത് ഒരു വേദിക് ഏജ് ആണ്, ഋഗ്വേദ എന്ന് പറഞ്ഞ വേദങ്ങളുടെ ഇൻട്രൊഡക്ഷൻ. അപ്പൊ അത് എന്ത് ചെയ്യുന്നു, അത് വേദിക് സൊസൈറ്റി നമ്മൾ അവിടെ പഠിക്കുന്നു. അപ്പൊ വേദിക് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതോടെ എന്തായിരുന്നു, സമൂഹം എങ്ങനെയായിരുന്നു, വേദിക് സൊസൈറ്റി സമൂഹം എങ്ങനെയായിരുന്നു, അവിടുത്തെ മതം എങ്ങനെയായിരുന്നു, ആളുകളുടെ അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയായിരുന്നു, ആചാരങ്ങൾ എന്തൊക്കെയായിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ എഴുതി വെക്കാം. ഡു യു തിങ്ക് സം ഓഫ് ദ ഫീച്ചേഴ്സ് ആർ സ്റ്റിൽ പ്രിവെയിലിംഗ് ഇൻ ദ ഇന്ത്യൻ സൊസൈറ്റി? ഇന്നും ഇന്ത്യൻ സമൂഹങ്ങളിൽ പ്രാചീന 3500 വർഷങ്ങൾ പഴക്കമുള്ള ഋഗ്വേദിക് സൊസൈറ്റിയുടെ അതേ ഫീച്ചേഴ്സ് ഇന്നും നിങ്ങൾക്ക് ഇന്ത്യൻ സൊസൈറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടെങ്കിൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡു യു തിങ്ക്, നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചില ക്വസ്റ്റ്യനുകൾ നമ്മുടെ അഭിപ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വെറുതെ അഭിപ്രായം പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. അഭിപ്രായത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള കൃത്യമായ പോയിന്റുകൾ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യണം വേണം. കൃത്യമായ എക്സാമ്പിളുകൾ കോട്ട് ചെയ്യണം. കൃത്യമായുള്ള എവിഡൻസുകൾ, ഫാക്റ്റുകൾ, ഹിസ്റ്റോറിക്കൽ ഡാറ്റകൾ ഇതെല്ലാം കോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ
ആൻസർ എഴുതാൻ അല്ല, വെറുതെ വെയ്ഗായിട്ട് എന്തല്ല ഒരു ആൻസർ എഴുതി വിടുകയല്ല UPSCക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് 15 മാർക്കിനുള്ള ചോദ്യമാണ്. ഓക്കെ, ഇപ്പോൾ UPSCയിൽ നമ്മൾ കാണും ഈ 15 മാർക്ക് എന്താണ് എന്തെങ്കിലും എഴുതിയ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് പോലെ കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടൂല. ഓക്കെ, സോ ഏകദേശം ഒരു 2 മാർക്കിന്റെ ഡിഫറൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് 40 റാങ്ക് അപ്പുറത്ത് തള്ളിപ്പോവും. അപ്പൊ അത്രയും കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ആണ് UPSC എക്സാമിൽ, മെയിൻസിലെല്ലാം ബെസ്റ്റ് ബ്രെയിൻസ് ഇൻ ഇന്ത്യയാണ് കോമ്പറ്റ് ചെയ്യുന്നത് ഈ ഏരിയയിൽ. അപ്പൊ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആണ്. അപ്പൊ 2 മാർക്കിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് 40 റാങ്കിന് ഡിഫറൻസ് ആണ് വരിക. IAS കിട്ടേണ്ട ആൾക്ക് ചിലപ്പോൾ IPS ആയിരിക്കും കിട്ടുക. അപ്പൊ അത്തരം ചേഞ്ചസ് ഒക്കെ എന്ത് ചെയ്യും വരും. അപ്പൊ ഈച്ച് ആൻഡ് എവറി മാർക്കിനും നമ്മൾ എന്ത് ചെയ്യണം, കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് അത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹെവി ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ ആ രീതിക്ക് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റും, പ്രത്യേകിച്ച് മോഡേൺ ഹിസ്റ്ററിയും ആൻഷ്യന്റും എല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് വർ ദ മേജർ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് സുൽത്താനേറ്റ് പീരീഡ്? ഇതൊരു മിഡീവൽ ചോദ്യമാണ്. ഞാൻ അധികം അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. എന്തൊക്കെയാണ് ആ ഡൽഹി സുൽത്താനേറ്റ്സ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അത് മിഡീവൽ എടുക്കുമ്പോൾ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് സാങ്കേതിക വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തതൊക്കെയാണെന്നാണ്, ഇന്ത്യൻ സൊസൈറ്റിയിൽ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുവരെ 250 വേർഡ്സിനാണ് 15 മാർക്കിന്റെ ചോദ്യം. അടുത്തത് നോക്കുക, ഹൗ ഡിഡ് ദ കൊളോണിയൽ റൂൾ എഫക്ട്സ് ദ ട്രൈബൽസ് ഇൻ ഇന്ത്യ ആൻഡ് വാട്ട് വാസ് ദ ട്രൈബൽ റെസ്പോൺസ് ടു ദി കൊളോണിയൽ റിപ്രഷൻ? ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് കൊളോണിയൽ റൂൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ ആദിവാസി ജനതയെ എഫക്ട് ചെയ്തത് എങ്ങനെയാണ്, അവരേത് രീതിക്കാണ് എന്ത് ചെയ്തത്, ഈ ബ്രിട്ടീഷ് അധിനിവേശത്തെ റെസ്പോണ്ട് ചെയ്തത്. അത് റിവോൾട്ടുകളിലൂടെയാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്, ട്രൈബൽ റിവോൾട്ടുകളെ കുറിച്ചാണ്. അത്രയേ ഉള്ളൂ, ട്രൈബൽ റിവോൾട്ടുകൾ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാം, ഇതൊരു ചാപ്റ്റർ ഉണ്ട് സ്പെക്ട്രത്തിൽ തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ട്രൈബൽ റിവോൾട്ടുകൾ ഏതൊക്കെയായിരുന്നു, പ്രധാനപ്പെട്ട റിവോൾട്ടുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതെന്തെല്ലാം എഫക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് ആ ട്രൈബൽ ജനതയിൽ ഉണ്ടാക്കിയതെന്നും അവർക്ക് എത്രത്തോളം നാശനഷ്ടങ്ങളാണ് സംഭവിച്ചതെന്നും അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് അവർ ഏതെല്ലാം റിവോൾട്ടുകളാണ് പ്രധാനപ്പെട്ട റിവോൾട്ടുകൾ, എന്താണ് കൊളോണിയൽ ഒപ്രഷനെതിരെ, കൊളോണിയൽ അടിച്ചമർത്തലുകൾക്കെതിരെ അവരെങ്ങനെയാണ് പോരാടിയതെന്നും നമ്മൾ എന്ത് ചെയ്യണം, ഫീച്ചർ ചെയ്ത് എല്ലാം ക്ലിയർ കട്ടായിട്ട് ഓരോന്നും എന്ത് ചെയ്യണം, ആ ടൈം ലൈൻ പ്രകാരം എന്ത് ചെയ്യണം, എഴുതി അടുക്കി കൃത്യമായി കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന സോ കോൾഡ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ നമ്മളോടൊന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കുക, ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാണ്. അപ്പോൾ അതേപോലെ ഓക്കെ, സോ രണ്ടാമത്തെ നോക്കുക, അത് കുറേ അധികം നോക്കുക. ഇപ്പം നിങ്ങൾ 2018 മുതൽ 2022 വരെയുള്ള ചോദ്യങ്ങളെ വീണ്ടും അടുക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം പേഴ്സണാലിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നോക്കുക, അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ചിന്തകൾ അല്ലെങ്കിൽ ഗാന്ധിയൻ തോട്ട്സ് എന്ന് പറയുന്നത് എത്രത്തോളം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തമാണ് ലോകമെങ്ങെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ത്രോ സം ലൈറ്റ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് തോട്ട്സ് ഓഫ് മഹാത്മാഗാന്ധി ഇൻ പ്രസന്റ് ടൈംസ്. അപ്പോൾ പേഴ്സണാലിറ്റി ആരാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, ഗാന്ധിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഒരിക്കലും പഠിച്ച് മനപ്പാഠം പഠിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്ത് ആൻസർ എഴുതുന്ന ഒരു ആസ്പിരൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയല്ല എന്ത് ചെയ്യുന്നത് വരുന്നത്, ഈ ഒരു സംഭവത്തിലേക്ക് എന്ത് ചെയ്യുന്നത് അവർ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ തിങ്കിങ് ആയിട്ടുള്ള ആളുകളാണോ, നിങ്ങൾക്ക് തോട്ട് ഉണ്ടോ, തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളെയാണ് എന്ത് ചെയ്യുന്നത് അവർ എൻകറേജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. ഇപ്പം നോക്കുക, നിങ്ങൾ പോളിസീസ്, ബ്രിട്ടീഷ് പോളിസീസ് എന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. റോൾ ഓഫ് ബ്രിട്ടീഷ് ഇമ്പീരിയൽ പവർ ഇൻ ദ കോംപ്ലിക്കേറ്റിംഗ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പവർ ഡ്യൂറിങ് 1940s. 1940കളിൽ എന്ത് ചെയ്യുന്നു, പവർ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നു, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് വന്നതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സബ്ജക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഈ ഓരോ ക്വസ്റ്റിനും എടുത്ത് അനലൈസ് ചെയ്യാം. ഇപ്പം ജസ്റ്റ് ഓറിയൻറ്റേഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ പറഞ്ഞു പോയ സ്ലൈഡുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി പറയുന്നു. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിരുന്ന ആദ്യത്തെ സെഷനിലെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സിലബസ് ആണ് ഡീകോഡ് ചെയ്തത്. പിന്നീട് ശേഷം ബേസിക് റെഫറൻസ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. പിന്നെ അതേപോലെ സ്റ്റാൻഡേർഡ് ബുക്ക് റെഫറൻസ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ എല്ലാ ആസ്പിരൻസും ഫോളോ ചെയ്യുന്ന ബെസ്റ്റ് മെറ്റീരിയൽസ് ഇൻ മാർക്കറ്റ് നമ്മൾ എന്ത് ചെയ്തു നോക്കി, അല്ലെങ്കിൽ ഡിമാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നോക്കി. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി ഏതാണ് സിലബസ്, നമ്മൾ UPSC പറഞ്ഞിരിക്കുന്ന സിലബസ് ഏതാണ്, അതിന് എന്തൊക്കെയാണ് റെഫറൻസ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കി. പിന്നെ എന്താണ് പ്രിലിംസിന് കൃത്യമായിട്ട് എന്തൊക്കെ സെക്ഷൻസ് എത്രയൊക്കെ കട്ട് ഓഫ് അല്ലെങ്കിൽ വെയിറ്റേജ് എത്ര കട്ടാണ് എന്ത് ചെയ്യുന്നത് വന്നിരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്തു നോക്കി. റീസെൻ്റ് ആയിട്ട് നടന്ന പ്രിലിംസിൽ എന്താണ് ഹിസ്റ്ററിയുടെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം എന്താണ്, അതൊരു അനാലിസിസ് എന്ത് ചെയ്തു നമ്മൾ നടത്തി. പിന്നീട് എന്താണ് ഇതുവരെ മെയിൻസിൽ മോഡേൺ ഇന്ത്യ എന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ വെയിറ്റേജ് നമ്മൾ എന്ത് ചെയ്തു കൃത്യമായൊരു വെയിറ്റേജ് ഫോളോ ചെയ്യുന്നു. പിന്നീട് മാറി മറിയുന്നു, കൂടുതൽ വരുന്നു, കുറഞ്ഞു വരുന്നു, അങ്ങനെ മാറി മാറിയായിട്ട് ഒരു ട്രെൻഡ് കാണപ്പെടുന്നു. പിന്നെന്താണ് 2023 മെയിൻസ് ആണ്. അപ്പോൾ 2023 മെയിൻസിൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെയാണ്, റീസെൻ്റ് ആയിട്ട് മെയിൻസിൽ ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസും ചെയ്തു. ഇനി ഇത് പോരാതെ നമുക്ക് പറയാനുള്ളത് ഒന്ന് ഒരു ആസ്പിരന്റിന് വേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ കോഴ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആ 3 എണ്ണം വളരെ കൃത്യമായി ശ്രദ്ധിക്കണം.
ഓക്കെ, സോ എഫ് എന്ന് പറയുന്നത് ആദ്യം കൃത്യമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എടുത്തിരിക്കണം. അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും സബ്ജക്റ്റുകളെല്ലാം കൃത്യമായിട്ട് ഒരു സബ്ജക്ട് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വായിച്ചിട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫൗണ്ടേഷൻ ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവർ ഫോക്കസ് ചെയ്യേണ്ടത് റിവിഷനിലാണ്. കാരണം ഇത് എഴുതി റീപ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഫിംഗർ ടിപ്സിൽ എന്ത് ചെയ്യണം, അറിയണം. മെയിൻസ് പരീക്ഷയ്ക്കൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആലോചിച്ച് എഴുതാനുള്ള സമയമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹാൻഡും ബ്രെയിനും തമ്മിൽ ഒരു കോർഡിനേഷനാണ്. ഈ തലച്ചോറിന്ന് കയ്യിലോട്ട് എന്ത് ചെയ്യണം, ഇൻഫർമേഷൻ ഒഴുകി വരണം. അപ്പോൾ അത്രയും സ്പീഡിൽ വരണം എന്നുണ്ടെങ്കിൽ മിക്കവാറും എന്ത് ചെയ്യണം, നല്ലപോലെ റിവൈസ് ചെയ്ത് എന്ത് ചെയ്യണം, അത് നമ്മുടെ ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യണം, ഈ കണ്ടന്റ് പോകണം. അപ്പോൾ ഫൗണ്ടേഷൻ ആദ്യം ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് റിവിഷൻ വെച്ച് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് സബ്ജക്റ്റിന് എന്ത് ചെയ്യണം, സെറ്റിൽ ചെയ്യിപ്പിക്കണം. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ്. ഓക്കെ, സോ നിങ്ങൾ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നിങ്ങളൊരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ശത്രു അല്ലെങ്കിൽ വരുന്നത് എന്താണ്, അവൻ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം അറിയണമല്ല. നിങ്ങൾ കുറേ തിയറി പഠിച്ചു, എക്സാമിന് പോയി, എക്സാമിന് ചോദിക്കുന്ന ചോദ്യവും പാറ്റേണും തമ്മിൽ നിങ്ങൾ പഠിച്ചിട്ട് പോയതുമായിട്ട് യാതൊരു ഡിമാൻഡ് ഇല്ല. അപ്പോൾ അവിടെ ഒരു ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് വന്നു. സോ യു ഫെയിൽ ഇൻ ദ എക്സാം ആൻഡ് യു കനോട്ട് ക്ലിയർ ദ കട്ട് ഓഫ്. ഓക്കെ, സോ വിച്ച് ദേ പ്രിഫർ. അപ്പോൾ അത് വളരെ ഒരു ഡിറൈലിംഗ് സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അത് മറികടക്കാനായിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഈ സബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, പെർഫെക്ഷനിലേക്ക് അടുപ്പിക്കുന്നത് എങ്ങനെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, പ്രാക്ടീസ് ടെസ്റ്റുകൾ ചെയ്യുക. അതെല്ലാം നമ്മുടെ കോഴ്സ് കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ക്ലാസ്സുകളിലേക്ക്, കോഴ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതോടുകൂടി വരുന്ന എപ്പിസോഡുകളിലേക്ക് നമുക്ക് നോക്കാം. സോ ഇത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ഓവറോൾ വ്യൂ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരം എപ്പിസോഡുകളെ നിങ്ങൾ എടുക്കുക. ഇനി സബ്ജക്റ്റിലോട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് നെക്സ്റ്റ് സെഷൻ തൊട്ട്. സോ താങ്ക് യു സോ മച്ച്.